എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അതിനിർണായകമായ ഒരു യോഗം ഇന്ന് കൊച്ചിയിൽ ചേരുകയാണ്. പ്രധാനപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സുപ്രധാന കേസുകളുടെ അന്വേഷണ പുരോഗതി വിലയിരുത്തലാണ് ഈ യോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ തുടർ നടപടികൾ ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് കേരളവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു വിവരം. രാഗിൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഗിൻ, CMRL എക്സാലോജിക് മാസപ്പടി കേസ് അതിപ്പോൾ പ്രതിപക്ഷ നേതാവിനെയും മകളെയും ഒക്കെ പ്രതിരോധത്തിലാക്കി നിൽക്കുകയാണ്. രാഷ്ട്രീയ പ്രതിരോധം CPM പല ഘട്ടങ്ങളിലും തീർത്തതുമാണ്. ഈ കേസിന്റെ തുടർ നടപടി എങ്ങനെ എന്നടക്കമുള്ള കാര്യങ്ങളിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? ഏതൊക്കെ പ്രധാനപ്പെട്ട ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ഇന്ന് കൊച്ചിയിൽ എത്തുന്നത്? രതീഷ്, പ്രധാനമായും EDയുടെ നിർണായക അവലോകന യോഗമാണ് 2 ദിവസങ്ങളിലായി ചേരുന്നത്. ഇന്നും നാളെയും യോഗം നിശ്ചയിച്ചിട്ടുണ്ട്. ദക്ഷിണ മേഖലാ മേധാവി, അതായത് സൗത്ത് സോൺ ഡയറക്ടർ അടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കും. അദ്ദേഹം ഇന്ന് എത്തുമെന്നാണ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. ഒരുപക്ഷെ നാളെ ആയിരിക്കും പങ്കെടുക്കുക. എന്തായാലും ഈ ദിവസങ്ങളിലെ യോഗത്തിൽ അദ്ദേഹവും സംബന്ധിക്കുന്നുണ്ട്. പ്രധാനമായും 2 കേസുകളാണ് ഇപ്പോൾ ED ഫോക്കസ് ചെയ്യുന്നത്. അതിലൊന്ന് CMRL എക്സാലോജിക് ഇടപാട് കേസാണ്, മറ്റൊന്ന് അവയവ കച്ചവട കേസാണ്. അതുമായി ബന്ധപ്പെട്ട് വ്യാജരേഖ ചമച്ച കേസാണ്. ഈ CMRL എക്സാലോജിക് ഇടപാട് കേസിൽ ആദ്യഘട്ട നടപടികളൊക്കെ തന്നെ ഏതാണ്ട് പൂർത്തിയായിരുന്നു. അതായത് CMRLുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് എല്ലാവരെയും തന്നെ ചോദ്യം ചെയ്തിരുന്നു. വീണയെ 2 വട്ടം ചോദ്യം ചെയ്തിരുന്നു. 3-ാം വട്ടം ചോദ്യം ചെയ്യലിന് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഡേറ്റ് നിശ്ചയിച്ച് നൽകിയിട്ടുണ്ടായിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം പരിശോധിച്ച് മുന്നോട്ട് പോവുകയാണ്. നേരത്തെ ഫ്രീസിംഗ് നടപടിയടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. ഇനി കണ്ടുകെട്ടലിലേക്ക് പോകണം. വീണയുടെ സ്വത്തുവിവരങ്ങൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളടക്കം ED ശേഖരിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് വിശദാംശങ്ങൾ കണ്ണൂരടക്കം പോയി പരിശോധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അവിടെ എത്തി വീണയുടെയും കുടുംബാംഗങ്ങളുടെയും സ്വത്തുവിവരങ്ങൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളടക്കം ശേഖരിച്ചു. അപ്പോൾ ഇനി തുടർ നടപടികളിലേക്ക് പോകുന്നതിന് മുൻപായിട്ടുള്ള കാര്യങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആലോചിക്കുന്നത്. അതിൽ ഇനി ഈ കേസിലേക്ക് അറസ്റ്റ് എങ്ങനെയാണ്, അതിൻ്റെ നടപടികളിലേക്ക് എങ്ങനെ പോകണം, അതോടൊപ്പം കണ്ടുകെട്ടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കും. ഒപ്പം അവയവ കച്ചവടത്തിനായി വ്യാജരേഖ ചമച്ച കേസിൽ ഒട്ടനവധി തെളിവുകൾ ED ശേഖരിച്ചിട്ടുണ്ട്. ആ തെളിവുകളുടെ അവലോകനം ഉണ്ടാകും. ഇപ്പോൾ സ്വകാര്യ ആശുപത്രികളിലെ ഡോക്ടർമാരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ മുഖ്യപ്രതികളായിട്ടുള്ള നജീബ്, റഷീദ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്തിരുന്നു, ജയിലിലെത്തി. ഇക്കാര്യങ്ങളടക്കം ED വിശദമായി തന്നെ അവലോകനം ചെയ്യും. അതിനുശേഷം ഒരു പ്ലാൻ നിശ്ചയിക്കും. തുടർന്ന് അതിൻ്റെ ഒരു ആക്ഷൻ ടേക്കൺ നടപടികളുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോകും. ഇതാണ് അതിൻ്റെ കാര്യങ്ങൾ. അതിൻ്റെ ഭാഗമായിട്ടുള്ള യോഗമാണ് നടക്കുന്നത്. നേരത്തെ ഡയറക്ടർ പങ്കെടുത്ത യോഗം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ചെന്നൈയിൽ നിന്നുള്ള സൗത്ത് സോൺ ഡയറക്ടർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന യോഗങ്ങൾ നടക്കാൻ പോകുന്നത്. എന്തായാലും തിരുവനന്തപുരത്ത് പരിശോധനയ്ക്കെത്തിയ ED ഉദ്യോഗസ്ഥർ വാഹനം ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ടു. അതിനുശേഷം എക്സാലോജിക് CMRL കേസിൽ കുറെ കൂടി ഗൗരവത്തിൽ ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ ഇടപെടുകയാണ്. അത്തരം ഇടപെടലുകൾ അതിനുശേഷം കൂടുതലായി ഉണ്ടായിട്ടുണ്ടോ? കൂടുതൽ കർശനമായ നടപടി, ഇപ്പോൾ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചില്ല. അത്തരം നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്? അത്തരമൊരു വലിയ സ്കോപ്പ് ഇപ്പോഴും ആ കേസിലുണ്ട് എന്ന് ED ഉദ്യോഗസ്ഥർ കരുതുന്നുണ്ടോ? ED നേരത്തെ മുതൽ അതിൽ ആവശ്യപ്പെട്ടിരുന്നത് ഇതിൻ്റെ ഗൂഢാലോചന അടക്കം വിശദമായി അന്വേഷിക്കണമെന്നതാണ്. മാത്രമല്ല ED ഈ കേസിൽ കക്ഷിയേറുന്ന നടപടികളടക്കം ഉണ്ടായിരുന്നു. മാത്രമല്ല ശക്തമായിട്ടുള്ള സ്റ്റാൻഡ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. നേരത്തെ ഹൈക്കോടതിയിലടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട് കക്ഷിയേർന്നുകൊണ്ട് പെറ്റീഷൻ നൽകിയിരുന്നതാണ്. തുടർന്ന് പിന്നീട് പ്രോസിക്യൂട്ടറെ മാറ്റുകയും അതിനുശേഷം മറ്റൊരു പ്രോസിക്യൂട്ടർ എത്തുകയും ഒപ്പം തന്നെ ഈ നേരത്തെ ബെയിൽ തള്ളിയതിനെതിരെ പോലീസ് തന്നെ ഹൈക്കോടതിയിലെത്തുന്ന സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായിരുന്നു. ആ കേസും സ്വാഭാവികമായിട്ടും അത് അവിടുത്തെ പോലീസ് അന്വേഷിക്കുന്ന കേസാണെങ്കിൽ പോലും ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട സംഭവമാണ്. അതിൻ്റെ എങ്ങനെയാണ് ആ നടപടികൾ മുന്നോട്ട് പോകുന്ന ആ കേസിൻ്റെ, അതിൽ ഈ ഗൂഢാലോചന പാർട്ടിയിലേക്കുള്ള അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ടോ, അതിൽ ഏതെങ്കിലും തരത്തിലുള്ള കത്ത് ED സംസ്ഥാന സർക്കാരിന് നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും ഇതിൻ്റെ ഭാഗമായി തന്നെ ചർച്ച ചെയ്യും. അത്തരം നടപടികളും ഇതിൻ്റെ ഭാഗമായി ഈ യോഗത്തിൽ ചർച്ചയ്ക്ക് വരും. ശരി.